ഹലോ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നോൺ വെജൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും പത്തിരിയുടെ ഒക്കെ കൂടെയാണെന്നുണ്ടെങ്കിലും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം എരിവുള്ള 2 പച്ചമുളകും പിന്നെ ഓരോ ടീസ്പൂൺ വീതം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒരു മീഡിയം സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് പാതി വഴണ്ടിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ശരിക്കും എപ്പോഴും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിയും കൂടി ഇടുന്നതാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ അളവിൽ ലിവറൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 1/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് കൂടുതൽ സ്പൈസിക്ക് വേണ്ടി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എരിവ് വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1.25 2 വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ ഒന്ന് മാറ്റം വരുത്തിയാൽ മതിയാകും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മളിതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെന്ന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഇട്ട പൊടികളുടെയൊക്കെ ആ ഒരു സ്മെല്ലും അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്തിട്ട് കിട്ടണം. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തേക്കുക. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ആ ലിവറിൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ലിവർ നമ്മൾ ഇതിൽ ഇട്ടിട്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ലിവറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യുക. ഈ മസാലകളൊക്കെ അതിലേക്കൊന്ന് പിടിച്ചു എന്നാവുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. പിന്നെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് മൂടി മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ വെള്ളം പാകമല്ല ഇനി വേകാനുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആവശ്യത്തിലധികം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഇപ്പോൾ നന്നായിട്ട് വരണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കളറൊക്കെ മാറി അതിൻ്റെ ആ ഒരു ഗ്രേവി കംപ്ലീറ്റ് ആയിട്ട് ആ ലിവറിലേക്കൊക്കെ പിടിച്ച് നല്ല ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ പത്തിരിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ട പിന്നെ ഗീ റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലിവറൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ പേജ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.